സ്നേഹമുള്ളവരെ, ഒരു ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാനും പ്രാർത്ഥിക്കാനും വന്ന ഒരു വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, എനിക്ക് എല്ലാം നല്ലതാണ്. എന്നിട്ട് എൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഞാനും എൻ്റെ ഭർത്താവും മക്കളും അമേരിക്കയിലാണ് ജീവിക്കുന്നത്. രണ്ടാൾക്ക് അവിടെ ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, ഭർത്താവിന് എന്നോട് സ്നേഹമുണ്ട്, എല്ലാം കൊണ്ടും നല്ലതാച്ച ജീവിതം. ഇത്രയും പറഞ്ഞിട്ട് അല്പസമയം കണ്ണടച്ച് മൗനമായിട്ടിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു വാചകം പറഞ്ഞു: എന്നാലും അച്ഛാ, എനിക്കൊരു ദുഃഖമുണ്ട്. എന്നാലും അച്ഛാ, എനിക്ക് ഒരു ദുഃഖമുണ്ട്. പിന്നെ ആ ദുഃഖം എന്താണെന്ന് ആ വ്യക്തി പറഞ്ഞു. ഞങ്ങളതിനെപ്പറ്റി കുറച്ച് സമയം സംസാരിച്ചു, പ്രാർത്ഥിച്ചു. എന്തെങ്കിലുമാകട്ടെ, ആ ധ്യാനത്തിലൂടെ ആ വ്യക്തിയുടെ ആ ദുഃഖത്തിൻ്റെ കാരണം പരിഹരിക്കപ്പെട്ടു. അവർ സമാധാനത്തോടെ പോയി. നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ദുഃഖമെങ്കിലും ഉണ്ട്. ഒന്നല്ല, ഒത്തിരി ഉണ്ടാകും. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദുഃഖമെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ ഉണ്ട്. ഈ ദുഃഖത്തിൻ്റെ കാരണം വ്യത്യസ്തമാകാം എന്ന് മാത്രമേ ഉള്ളൂ. ദുഃഖമുണ്ടാകുമ്പോൾ ആളുകൾ പല വിധത്തിൽ പ്രതികരിക്കും. ഉദാഹരണത്തിന്, ദൈവം തന്നു, ദൈവമെടുത്തു എന്ന് പറയാൻ മാത്രം വിശ്വാസം കാണിച്ച ജോബ് ദുഃഖത്തിൻ്റെ ആധിക്യത്തിൽ പറഞ്ഞു: ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടതാകട്ടെ. സമാനമായ ഒരു സാഹചര്യത്തിൽ എലിയാ പ്രവാചകൻ പറഞ്ഞു: ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടതാകട്ടെ. ദുഃഖം കൂടിയ ഒരു സാഹചര്യത്തിൽ മോശ ദൈവത്തോട് പറഞ്ഞു: ദൈവമേ, എന്നെ ഒന്ന് കൊന്നു തരണം. ഇപ്പം ദുഃഖം ഒരു പരിധി വിട്ട് പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ ഉള്ള ദൈവവിശ്വാസം നഷ്ടപ്പെട്ട്, പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിരാശയിലേക്ക് ആണ്ടുപോകും. എന്നാൽ മറ്റ് ചില മനുഷ്യർ ദുഃഖം കൂടുമ്പോൾ ദൈവത്തോട് കുറെ കൂടി അടുത്തു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. ഉദാഹരണത്തിന്, നമ്മുടെ സാംസൺ ബന്ധിക്കപ്പെട്ട് കണ്ണ് പൊട്ടിച്ച് ശത്രുക്കളായ ഫിലിസ്ത്യരുടെ മുമ്പിൽ ഡാൻസ് ചെയ്യാനായി കൊണ്ടുപോയിട്ട് നിർത്തുമ്പോൾ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. എങ്കിലും ദൈവത്തിൽ ഒരു പ്രത്യാശ വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അഥവാ പ്രാർത്ഥിച്ചു: ദൈവമേ, എന്നെ ഓർക്കണമേ, ദൈവമേ, എന്നെ ഓർക്കണമേ. ജെറൂസലമിൻ്റെ തകർന്നുപോയ മതിലുകൾ പുതുക്കി പണിതതിന് ശേഷം വീണ്ടും തിരിച്ചു പോകുമ്പോൾ നെഹമ്യാ പ്രവാചകൻ പറഞ്ഞു: ദൈവമേ, എന്നെ ഓർക്കണമേ. മരിക്കാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് പ്രവാചകൻ വഴി അറിഞ്ഞപ്പോൾ ഹെസക്കിയാ രാജാവ് ദൈവത്തോട് പറഞ്ഞു: കർത്താവേ, എന്നെ ഓർക്കണമേ. അപ്പോൾ ആ വ്യക്തികളൊക്കെ ഈ ദുഃഖം കൂടിയപ്പോൾ, ഹൃദയഭാരം കൂടിയപ്പോൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും മുമ്പിൽ ഒരു പരിഹാരവും കാണില്ല. ചെങ്കടലിന് നേരെ വടി നീട്ടുമ്പോൾ മോശയ്ക്ക് എന്താ ചെയ്യാൻ പോണേ, എന്താ പരിഹാരമെന്നൊന്നും അറിയില്ല.
എന്നാലും ദൈവം പറഞ്ഞതല്ലേ, ദൈവത്തിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു പരിപാടി കാണും, ഒരു പദ്ധതി കാണും, നീട്ടിയേക്കാം. അങ്ങനെ നീട്ടിയത്. കുടിക്കാൻ കൊള്ളാത്ത വെള്ളത്തിൻ്റെ അടുത്തേക്ക് പഴകി ദ്രവിച്ച് തടിക്കഷ്ണം എടുത്തിടാൻ മൂശയോട് കർത്താവ് പറഞ്ഞപ്പോൾ മൂശ അതിൻ്റെ അകത്തൊരു ഉത്തരവൊന്നും കാണുന്നില്ല. ദൈവം പറഞ്ഞതല്ലേ, ഒന്നിട്ടേക്കാം, ആ ഒരു പ്രതീക്ഷ മാത്രം. പാറമേൽ അടിക്കാൻ പറഞ്ഞപ്പോൾ മൂശ പരിഹാരമൊന്നും കാണുന്നില്ല. പക്ഷെ ദൈവം പറഞ്ഞതല്ലേ, എന്നാൽ ഒന്ന് അടിച്ചേക്കാം, ഒരു പ്രതീക്ഷ. ജെറീക്കോ പട്ടണത്തിൻ്റെ മതിലിന് ചുറ്റും ജനങ്ങൾ നടക്കുമ്പോൾ ആ മതിൽ വീഴുമെന്ന് അവർക്കറിയില്ല. പക്ഷെ ദൈവം പറഞ്ഞതാ, അതുകൊണ്ടൊരു പ്രതീക്ഷ. അഗ്നികൂടത്തിൽ എറിയപ്പെടുന്ന യുവാക്കൾ മാലാഖയായിക്കും അവരെ സംരക്ഷിക്കുമെന്നൊന്നും അറിയില്ല. എന്നാലും ഒരു പ്രതീക്ഷ, ദൈവം രക്ഷിക്കും. 5 അപ്പവും 2 മീനും തൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കാനായിട്ട് യേശു അപ്പോസ്തലന്മാരോട് പറയുമ്പോൾ യേശു അപ്പം വർദ്ധിപ്പിക്കുമെന്ന് അവർക്കറിയില്ല. എന്നാലും യേശു പറഞ്ഞതല്ലേ, കൊണ്ടുവെക്കാം, എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. ശിലോഹ കുളത്തിൽ പോയി കഴുകാൻ കണ്ണിൽ ചേറ് പുരട്ടിയിട്ട് അന്ധനോട് പറയുമ്പോൾ എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല. പക്ഷെ കർത്താവ് പറഞ്ഞതാ, എന്തെങ്കിലും ഒന്ന് സംഭവിക്കും, ഒരു പ്രതീക്ഷ. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ദുഃഖത്തിൻ്റെ സമയത്ത്, ഹൃദയ ഭാരത്തിൻ്റെ സമയത്ത് ഈ ഒരു പ്രത്യാശയാണ്, ഈ ഒരു പ്രതീക്ഷയാണ് ഏറ്റവും വലുത്. ആ പ്രതീക്ഷയാണ് നമ്മളെ ആ സമയത്ത് പിടിച്ചു നിർത്തുക. ആ പ്രതീക്ഷയും പ്രത്യാശയും അതുവഴി ഉയരുന്ന പ്രാർത്ഥനയുമാണ് അവിടെ ഒരു അത്ഭുതം ചെയ്യുവാനായിട്ട്, ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടാകുവാനായിട്ട് കാരണമായിത്തീരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ദുഃഖത്തിൻ്റെ അവസരത്തിൽ നിരാശയിലേക്ക് പോകാം, കടുത്ത സങ്കടത്തിലേക്ക് പോകാം, വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകാം, അഥവാ ദൈവത്തോട് കൂടുതൽ അടുത്ത് ദൈവത്തോടുള്ള പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറാം. ഈ സാധ്യതകൾ എല്ലാം ഉണ്ട്. ഇന്ന് രാത്രിയിൽ ഇവിടെയും ടെലിവിഷൻ സെറ്റുകളുടെ മുമ്പിലും ഒത്തിരി പേര് ഈ നൈറ്റ് വിജിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ദുഃഖമുണ്ട്. ഒരു ദുഃഖം കാണും, 2 ദുഃഖം കാണും, 10 ദുഃഖമുള്ളവർ കാണും, അതിൽ കൂടുതലുള്ളവർ കാണും. പക്ഷേ ആ ദുഃഖം അവരെ നിരാശയിലേക്കല്ല കൊണ്ടുപോകണം, ഒരു പ്രതീക്ഷയിലേക്കാണ്. ഒരു ദൈവമുണ്ട്, ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടാകും. ദൈവം എന്തെങ്കിലും ഒരു നന്മ ചെയ്തു തരും. ഞാൻ കാണാത്ത വഴികളിലൂടെ ദൈവം എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിത്തരും എന്നുള്ള ഒരു പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷയാണ് നമ്മൾ ഇത്രയും പേരെ ഈ രാത്രിയിൽ ഇവിടെ ഒന്നിച്ചു കൂട്ടിയത്. അനേകം ടെലിവിഷൻ സെറ്റുകളുടെ മുമ്പിൽ ഒത്തിരി പേര് ഈ രാത്രിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ആ ഒരു പ്രത്യാശയിലാണ്. കർത്താവ് നമ്മുടെ മുഖത്ത് നോക്കി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നീ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് നിനക്കെന്ത് കിട്ടി എന്ന് ചോദിച്ച് മറ്റുള്ളവർ തന്നെ കളിയാക്കുവാൻ നിൻ്റെ ദൈവം അനുവദിക്കില്ല. എന്തെന്നാൽ നിന്നോട് കരുണ കാണിക്കാൻ അവിടെ നിന്ന് ഒരു അവസരം കണ്ടെത്തും. നീ ദൈവത്തെ ആശ്രയിച്ചിട്ട് നിനക്കെന്ത് കിട്ടി എന്ന് ചോദിച്ച് മറ്റുള്ളവർ തന്നെ കളിയാക്കുവാൻ നിൻ്റെ ദൈവം അനുവദിക്കില്ല. എന്നാൽ നിന്നോട് കരുണ കാണിക്കാൻ നിൻ്റെ ദൈവം ഒരവസരം ഉണ്ടാക്കും. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി, ഈ നൈറ്റ് വിജിൽ സമയം ദൈവം നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണങ്ങളിൽ ഇടപെട്ട് നമ്മളോട് കരുണ കാണിക്കുന്ന ഒരു രാത്രിയാക്കി മാറ്റണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ആ ഒരു വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മുമ്പിൽ പരിഹാരമില്ല, നമ്മുടെ മുമ്പിൽ സഹായിക്കാൻ പറ്റുന്നവരാരും ഇല്ല. പക്ഷെ ദൈവം നോക്കിയാൽ പരിഹാരവുമുണ്ട്, സഹായിക്കാൻ പറ്റിയ ആളുകളുമുണ്ട്. ആരുടെയും സഹായമില്ലാതെയും ദൈവത്തിന് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടുകൂടി നമ്മുടെ ദുഃഖങ്ങളെയും അതിൻ്റെ കാരണങ്ങളെയും നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. നമുക്കറിയാം, പല ദുഃഖത്തോടനുബന്ധിച്ച്
ആ ദുഃഖത്തിന് കാരണമായ ചില വ്യക്തികൾ കൂടിയുണ്ട്. ഇപ്പം എനിക്കൊരു രോഗം വന്നതാണെങ്കിൽ ആ രോഗത്തിന് കാരണം ഒരു വ്യക്തിയൊന്നുമല്ല. ഒരു വ്യക്തിയുമായിട്ട് എനിക്ക് എൻ്റെ രോഗത്തെ ബന്ധിപ്പിച്ച് ദുഃഖിക്കാനൊന്നുമില്ല. എന്നാൽ നമ്മൾ ഒരുപാട് മനുഷ്യരനുഭവിക്കുന്ന ഒത്തിരി ദുഃഖത്തിൻ്റെ കാരണം ചില മനുഷ്യരാണ്. ചില മനുഷ്യരുടെ നീതികേടുകൾ, മര്യാദയില്ലായ്മ, പാപങ്ങൾ, നീതി നിഷേധങ്ങൾ, തെറ്റുകൾ ഒക്കെ തന്നെയാണ് നമ്മുടെ പല ദുഃഖത്തിൻ്റെയും കാരണം. നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം. എല്ലാവരും ഒന്ന് കണ്ണുകളടച്ച്. ആ പ്രാർത്ഥിക്കാൻ വന്ന വ്യക്തി എന്നോട് പറഞ്ഞ വാക്ക് എല്ലാം നല്ലതാ അച്ഛ. ആ നല്ലതിൻ്റെ ഉദാഹരണങ്ങൾ പലതും പറഞ്ഞു. പിന്നെ മൗനത്തിലേക്ക് പോയി, കണ്ണുകളടച്ചു, മുഖത്തിൻ്റെ പ്രസാദം നഷ്ടപ്പെട്ടു, മുഖം വാടി. എന്നിട്ട് വളരെ വിഷമത്തോടുകൂടി പറയാം, എന്നാലും അച്ഛ എനിക്കൊരു ദുഃഖമുണ്ട്, എന്നാലും അച്ഛ എനിക്കൊരു ദുഃഖമുണ്ട്. അച്ഛ എന്ന് വിളിക്കുന്നതിന് പകരം എന്നാലും ഈശോയെ, എന്നാലും കർത്താവേ, എന്നാലും ദൈവമേ എന്ന് വിളിച്ച് നിങ്ങളുടെ ദുഃഖം എന്തെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഈശോയോടൊന്ന് പറയാമോ? അഥവാ നിങ്ങളുടെ ദുഃഖങ്ങൾ ഏതൊക്കെയാണെന്ന് ഈശോയോടൊന്ന് പറയാമോ? കർത്താവേ, ഈ രാത്രിയിൽ പ്രത്യാശയോടുകൂടിയാണ് ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. എൻ്റെ ദുഃഖങ്ങൾ ഇതൊക്കെയാണ് കർത്താവേ. എൻ്റെ ദുഃഖത്തിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ് കർത്താവേ. എൻ്റെ ദുഃഖത്തിൻ്റെ കാരണക്കാരായ മനുഷ്യർ ഇവരൊക്കെയാണ് കർത്താവേ. എൻ്റെ ദുഃഖത്തിൻ്റെ കാരണങ്ങളിൽ അവിടെ നിന്ന് ഇടപെടണമേ. എൻ്റെ ദുഃഖങ്ങളൊന്ന് നീക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് നമുക്ക് ഈശോയോട് മൗനമായിട്ട് ഏറ്റു പറയാം. ചിലപ്പോൾ ഏതെങ്കിലും ശാപത്തിൻ്റെ ഓർമ്മകളായിരിക്കും നമ്മുടെ ദുഃഖങ്ങൾ. ആരുടെയെങ്കിലും ശാപം കിട്ടി, മാതാപിതാക്കളുടെ ശാപം കിട്ടി, അവരുടെ ശാപം കിട്ടി, അതായിരിക്കും ചിലരുടെ ദുഃഖം. ചിലർക്ക് ചില പാപാവസ്ഥകൾ ഓർത്തിട്ടുള്ള ദുഃഖമായിരിക്കും. ചിലർക്ക് രോഗാവസ്ഥകൾ ഓർത്തിട്ടുള്ള ദുഃഖമായിരിക്കും. ചിലർക്ക് സാമ്പത്തിക കാര്യങ്ങൾ ഓർത്തിട്ടുള്ള ദുഃഖമായിരിക്കും. ചിലർക്ക് കുടുംബജീവിതത്തിലെ ചില തകർച്ചകളുള്ള ദുഃഖമായിരിക്കും. ചിലർക്ക് മക്കളെയോ മാതാപിതാക്കളെയോ ഓർത്തിട്ടുള്ള ദുഃഖമായിരിക്കും. ചിലർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട ദുഃഖങ്ങളായിരിക്കും. ചിലർക്ക് ചില പരീക്ഷകൾ പാസ്സാകാൻ പറ്റാത്തതിൻ്റെ ദുഃഖമായിരിക്കാം. ചിലർക്കെല്ലാം പരീക്ഷയൊക്കെ പാസ്സായി പഠിച്ച് എല്ലാം നേടിയിട്ടും ഒരു ജോലി കിട്ടാത്തതിൻ്റെ, ഒരവസരം കിട്ടാത്തതിൻ്റെ ദുഃഖമായിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ദുഃഖങ്ങൾ. ചിലരുടെ മേൽ പൈശാചിക ബന്ധനങ്ങളുടെ ദുഃഖങ്ങളായിരിക്കും. എന്ത് ചെയ്തിട്ടും, എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര നന്നായിട്ട് ജീവിച്ചിട്ടും ഒന്നും നേരെയാവുന്നില്ല. എവിടെയോ എന്തോ ഒരു ബന്ധനമുണ്ട്. എവിടെയോ എന്തോ ഒരു പൈശാചിക ബന്ധനമുണ്ട്. എവിടെയോ എന്തോ ഒരു ശാപത്തിൻ്റെ കെട്ടുണ്ട്. എവിടെയോ എന്തോ ആരുടെയോ പ്രാക്ക് തലയിലുണ്ട്. ഇതായിരിക്കും ചിലരുടെ ദുഃഖം. ഈ ദുഃഖങ്ങളെ, അതിൻ്റെ കാരണങ്ങളെല്ലാം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. കരങ്ങൾ നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഈശോയുടെ സന്നിധിയിലേക്ക് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണങ്ങളെ, അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെയെല്ലാം ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ഇതാണ് ഞാൻ, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് എൻ്റെ ദുഃഖങ്ങൾ, ഇതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണങ്ങൾ, ഇതാണ് എനിക്ക് ദുഃഖം തരുന്ന വ്യക്തികൾ, ഇതാണ് എനിക്ക് ദുഃഖം തരുന്ന സാഹചര്യങ്ങൾ. കർത്താവേ, ഞാൻ നിസ്സഹായിയുമാണ്. ഈ ബന്ധനം അഴിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല കർത്താവേ. ഇത് പരിഹരിച്ചു തരാൻ മറ്റാരുമില്ല കർത്താവേ. എന്നാൽ സർവശക്തനായ അവിടുത്തേക്ക് എല്ലാം സാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സർവ്വത്തിനുമേൽ അധികാരമുള്ള ദൈവമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു.
രോഗത്തിൻ്റെ മേൽ അവിടത്തേക്ക് അധികാരമുണ്ടെന്ന് ഏറ്റു പറയുന്നു. ആന്തരിക മുറിവുകളുടെ മേൽ അധികാരമുണ്ടെന്ന് ഏറ്റു പറയുന്നു. ശാപത്തിൻ്റെ മേൽ അധികാരമുണ്ടെന്ന് ഏറ്റു പറയുന്നു. പാപബന്ധനങ്ങളുടെ മേൽ അധികാരമുണ്ടെന്ന് ഏറ്റു പറയുന്നു. ദുഷ്ടാരൂപികളുടെ മേൽ അധികാരമുണ്ടെന്ന് ഏറ്റു പറയുന്നു. സാമ്പത്തിക മേഖലയുടെ മേൽ അധികാരമുണ്ടെന്ന് ഏറ്റു പറയുന്നു. സർവ്വതിന്മകളുടെ മേൽ അധികാരമുണ്ടെന്ന് ഞാൻ ഏറ്റു പറയുന്നു. കർത്താവേ, ആ വിശ്വാസത്തോടു കൂടി, ആ പ്രത്യാശയോടുകൂടിയാണ് ഞാൻ ഇതിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അങ്ങയുടെ മുമ്പിൽ ഇപ്പോൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, അങ്ങ് പ്രത്യാശ വയ്ക്കുന്നവരെ ലജ്ജിതരാകാൻ അങ്ങ് അനുവദിക്കില്ല. അവരോട് കരുണ കാണിക്കുമെന്ന അവിടുത്തെ വാഗ്ദാനം ഇപ്പോൾ ഒന്ന് ഓർക്കണമേ. കർത്താവേ, രാത്രിയിൽ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന സർവരോടും അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അത്യുന്നതമായ നാമത്തിൻ്റെ ശക്തി പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ശക്തി പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മയെ ബന്ധിക്കാനുള്ള അധികാരം അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ സുഖപ്പെടുത്തുവാനുള്ള അധികാരം അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുറിവുകളെ വെച്ച് കെട്ടുവാനുള്ള അധികാരം അവിടുന്ന് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയും സങ്കടവും ആകുലതകളെല്ലാം എടുത്തു മാറ്റാനുള്ള അധികാരം അവിടുന്ന് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിനെല്ലാം മരവിപ്പ്, നിർവികാരതയും എല്ലാ നിരാശയും എടുത്തു മാറ്റി ഞങ്ങളെ സ്വതന്ത്രരാക്കാനുള്ള അധികാരം അവിടുന്ന് ഞങ്ങളുടെ മേൽ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഓ പിതാവായ ദൈവമേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകരമായ നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സർവ്വത്തിന് മേൽ ഈശോയ്ക്ക് അധികാരമുണ്ടെന്ന് ഏറ്റുപറയുന്നു. ആ അധികാരമുള്ള നാമം വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ എല്ലാ തിന്മകളെയും ബന്ധിക്കുന്നു, എല്ലാ രോഗങ്ങളെയും ബന്ധിക്കുന്നു, എല്ലാ ശാപത്തിന്റെ കെട്ടുകളെയും ബന്ധിച്ച് ഈശോയുടെ നാമത്തിൽ നിർവീര്യമാക്കുന്നു. എല്ലാ പൈശാചിക ശക്തികളുടെ സ്വാധീനങ്ങളെ ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് നിർവീര്യമാക്കുന്നു. ഈശോയുടെ നാമത്തിൽ എല്ലാ മാനസിക സംഘർഷങ്ങളിൽ നിന്നും, എല്ലാ രോഗപീഠകളിൽ നിന്നും, എല്ലാ നിരാശയിൽ നിന്നും, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും, എല്ലാ സങ്കടങ്ങളിൽ നിന്നും, എല്ലാ പൈശാചിക ആധിപത്യത്തിൽ നിന്നും, എല്ലാ സാമ്പത്തിക തകർച്ചകളിൽ നിന്നും നിങ്ങൾ വിമോചിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുരക്തത്താൽ നിങ്ങൾ കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ. ശരീരവും മനസ്സും ബുദ്ധിയും ആത്മാവും എല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ. വചനത്തിന്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങൾ നിറഞ്ഞ് ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവ് നന്നായിട്ട് സ്വരമേർത്ത് സ്തുതിക്കാം. കർത്താവെ ശക്തി പ്രകടമാക്കണമേ, ശക്തി പ്രകടമാക്കണമേ, രക്ഷിക്കുവാനുള്ള കഴിവ് പ്രകടമാക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും നൽകണമേ. ദുഃഖങ്ങൾ എടുത്തു മാറ്റണമേ. ദുഃഖത്തിന്റെ കാരണങ്ങളെ നീക്കണമേ. പൈശാചിക ആധിപത്യങ്ങളെ ബന്ധിക്കണമേ. ശാപത്തിന്റെ പാപത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കണമേ. കുടുംബത്തിലെ തകർച്ചയുടെ കാരണങ്ങളെ ബന്ധിച്ച് നിർവീര്യമാക്കണമേ. വെറുപ്പിന്റെ ബന്ധനങ്ങളെ നിർവീര്യമാക്കണമേ. നിരാശയുടെ ബന്ധനങ്ങളെ നിർവീര്യമാക്കണമേ. കർത്താവേ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. സ്നേഹം കൊണ്ട് നിറയട്ടെ. വിശ്വാസം താഴെപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ ജനങ്ങളുടെ മേലെ വിശുദ്ധ ജലം തളിക്കുമ്പോൾ അത് അവിടുത്തെ തിരുരക്തമായി ഭവിക്കട്ടെ. അവിടുത്തെ തിരുരക്തം എന്നതുപോലെ അത് ഇവരെ വിശുദ്ധീകരിക്കട്ടെ. ഈ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ, ഇവരുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. വാതിലുകൾ അടയുമ്പോ ചെങ്കടൽ പിളർന്നതുപോൽ, വാതിലുകൾ അടയുമ്പോ ചെങ്കടൽ പിളർന്നതുപോൽ, എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. കരങ്ങളടിച്ച് ഡെലിവറൻസ് സ്വീകരിക്കുക. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും.
തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. കരങ്ങൾ ഉയർത്തിയടിക്കാമോ? പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. എല്ലാ പ്രതികൂലങ്ങളും മാറും, കരങ്ങൾ താഴ്ത്തി ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ആരുമില്ലാതേകനാകുമ്പോൾ കൂടെയുണ്ടെന്നരുളിയവൻ, ആരുമില്ലാതേകനാകുമ്പോൾ കൂടെയുണ്ടെന്നരുളിയവൻ, എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. കരങ്ങൾ ഉയർത്തിയടിക്കാം. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്ന പതരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോൽ, ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെപ്പോൽ എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. കരങ്ങളെ ഉയർത്തിയടിച്ച് പാടുന്നു. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. സത്യമായും എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്ന പതരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. പാടാമോ? തളരാതെ പതരാതെ നിന്ന് ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ശാന്തമായിരുന്നു കൊണ്ട് നമ്മളെ തളർന്നു പോകാതെ, നാം ലജ്ജിച്ചു പോകാതിരിക്കുവാൻ ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം ഈ ആലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ദൈവസ്നേഹാനുഭവത്തോട് ചേർന്നുകൊണ്ടും നല്ലവനായ ദൈവത്തെ നമുക്ക് അല്പസമയം കൂടെ നമുക്ക് ആരാധിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനപ്രകാരം പറയുകയാണ്, ഇന്നിൻ്റെ സന്തോഷങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇന്നിൻ്റെ സന്തോഷങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പ്രിയമുള്ളവരെ, നമുക്ക് അർഹമായ സന്തോഷത്തിൻ്റെ ഓഹരി വേണ്ട എന്ന് വെക്കരുത്. കൊണ്ടും കൊടുത്തും കൊണ്ടും നമ്മുടെ ജീവിതം ആസ്വദിക്കുവാൻ കർത്താവ് നമ്മോട് ഈ രാത്രിയിൽ ആവശ്യപ്പെടുകയാണ്. എന്താണ് കൊള്ളേണ്ടത്, എന്താണ് കൊടുക്കേണ്ടത്? ദൈവത്തിന് നമ്മുടെ പ്രയാസങ്ങളും ഭാരങ്ങളും എല്ലാം ദൈവത്തെങ്കിലേക്ക് കൊടുക്കുക.
ദൈവത്തിങ്ങനെ കൊടുക്കുക. അതുപോലെ സ്വീകരിക്കേണ്ടത് എന്താണ്? ദൈവകൃപ സ്വീകരിക്കുക. അപ്പോൾ സന്തോഷത്തിൻ്റെ ആനന്ദം ഉണ്ടാവും. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ രാത്രിയിൽ സന്തോഷത്തിൻ്റെ ഉറവിടമായ ദൈവത്തെങ്കിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് കർത്താവിൻ്റെ മഹത്വം സ്വീകരിക്കാം. 118 സങ്കീർത്തനത്തിൻ്റെ 1 തിരുവചനം ഇപ്രകാരം പറയുകയാണ്: കൃതജ്ഞതയോടെ കർത്താവിനെ കൃതജ്ഞതയോടെ ആരാധിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. കൃതജ്ഞതയോടെ കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. സ്നേഹമുള്ളവരെ, നല്ല ദൈവം ഈ രാത്രിയിൽ നമ്മോട് പറയുകയാണ്: മക്കളെ, എൻ്റെ കാരുണ്യത്തിന് പരിധിയില്ല, അത് അന്ത്യത്തോളം നിലനിൽക്കുന്നതാണ്. ഇന്ന് നമ്മളോട് കരുണ കാണിക്കാത്ത സാഹചര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. എന്നാൽ ദൈവം, നല്ലവനായ ദൈവം, അവിടുന്ന് നമ്മോട് ശാശ്വതമായി കരുണ കാണിക്കുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് ഈ രാത്രിയിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം നല്ലവന് എന്ന് പാടി നമുക്ക് പ്രകീർത്തിക്കാം. ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ 2 ദിനവൃത്താന്ത പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനത്തിൽ മനോഹരമായ ഒരു ആരാധന വിശുദ്ധ ബൈബിൾ രേഖപ്പെടുന്നുണ്ട്. അതിപ്രകാരമാണ്: കാഹളമൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ കർത്താവിന് കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ചു. കാഹളമൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏക മനസ്സോടെ കർത്താവിന് കൃതജ്ഞത അർപ്പിച്ചു. കാഹളം, കൈത്താളം, മറ്റ് സംഗീത ഉപകരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി അവർ കർത്താവിനെ സ്തുതിച്ചു പാടി. അവിടുന്ന് അവർ പറഞ്ഞത് വാക്യം ഇതാണ്: അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. പ്രിയമുള്ളവരെ, പാട്ടുപാടി സംഗീതത്തിൻ്റെ സഹായത്തോടെ, താളമേളത്തോടെ, വാദ്യോപകരണങ്ങളുടെ സഹായത്തോടെ കർത്താവിനെ, ദൈവത്തെ സ്തുതിക്കാൻ ദൈവമക്കൾ ഒന്നിച്ചു കൂടുന്നിടത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ തുടർന്ന് എഴുതി വച്ചിരിക്കുകയാണ്. അവിടുന്ന് നല്ലവനായ ദൈവത്തോട് കൃപ എന്നേക്കും നിലനിൽക്കുന്നു, അവിടുന്ന് നല്ലവനാണ്, ദൈവത്തിൻ്റെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു എന്ന് പാടി പ്രകീർത്തിക്കാൻ തുടങ്ങിയപ്പോൾ, പ്രിയമുള്ളവരെ, അവിടുന്ന് പിന്നീട് നമ്മൾ സംഭവിക്കുന്നത് കാണുകയാണ്. കർത്താവിൻ്റെ ആലയത്തിൽ ഒരു മേഘം വന്നു നിറഞ്ഞു. ദൈവത്തെ സാന്നിധ്യം കൊണ്ട് ആലയം മുഴുവൻ നിറഞ്ഞു. അവർ കർത്താവ് നല്ലവനാണ്, കർത്താവിൻ്റെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു എന്ന് ജനം പാടി ദൈവജനത്തോടും സംഗീത ഉപകരണങ്ങളോടുകൂടി കായിക സംഘത്തോടുകൂടി ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ വിശുദ്ധ ബൈബിൾ എഴുതി വെച്ചിരിക്കുകയാണ്: ദൈവത്തിൻ്റെ മേഘം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആ ദേവാലയത്തിൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയാ! വലതുകരം ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ! അവർ പാടി പ്രകീർത്തിച്ചെന്താണ്? കർത്താവ് നല്ലവനാണ്. ഒന്ന് പറയാമോ? കർത്താവ് നല്ലവനാണ്. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈകളിൽ പിടിച്ചിട്ടെന്ന് പറഞ്ഞ്, നമ്മുടെ കർത്താവ് നല്ലവനാണ്, നമ്മുടെ കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിയോടെ ഈ ജീവന്റെ വചനം ഒന്ന് പറഞ്ഞ്, കർത്താവ് നല്ലവനാണ്, കർത്താവ് നല്ലവനാണ്, കർത്താവ് നല്ലവനാണ്, കർത്താവിന്റെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ കൃപ എന്നേക്കും. പ്രിയമുള്ളവരെ, അന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ സംഭവിച്ച അതേ ദൈവമഹത്വം ഈ നൈറ്റ് വിജിൽ കൂടാരത്തിൽ കർത്താവ് ഇറക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ ജീവിത ഭാരങ്ങളുമായിട്ട് ആയിരിക്കാം നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ പരിസരത്ത് നിൽക്കുന്ന വ്യക്തിയെ ശ്രദ്ധിക്കേണ്ട. നിങ്ങളുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ദൈവം ഇന്ന് നൽകുന്ന സന്തോഷത്തിന്റെ ആ ഓഹരി, പ്രിയമുള്ളവരെ, നമുക്ക് സ്വീകരിക്കാം. നാം പരിശുദ്ധാത്മാവിൽ ആരാധിക്കാം. ഈ ആരാധനയിൽ ഈ ഗായക സംഘത്തോട് ഞങ്ങളോടൊപ്പം ചേർന്ന് ഈ ആരാധനയിൽ നല്ലവനായി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ജീവിതത്തെ മുഴുവനും യേശുവിന്റെ കരങ്ങളിലേക്ക് ഉയർത്താം. കരങ്ങൾ 2-3 ഉയർത്തിക്കൊണ്ട് കണ്ണുകൾ അടച്ച് യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കാവോ? യേശു നല്ലവനാണ്, യേശു നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. കൈകളടിച്ച് സന്തോഷത്തോടെ, ആനന്ദത്തോടെ
നല്ലവനായ ദൈവം നമ്മുടെ മധ്യേ നമ്മുടെ ആരാധനകൾ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ദൈവം ഹൃദയം കൊടുത്തുകൊണ്ട് അല്പമൊന്ന് സന്തോഷത്തോടെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി ഒന്ന് പുഞ്ചിരിയോടൊന്ന് നോക്കിക്കേ. നമ്മളൊരു ആരാധന സമൂഹമല്ലേ, എന്തിനാ മടിക്കുന്നത്? കുടുംബങ്ങളിലായിരിക്കുന്നവര് ഒന്ന് സന്തോഷം പങ്കിട്ട് ഒന്ന് മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് അതും ഒരു ആരാധനയാണ്, അതൊരു ദൈവാരാധനയാണ്. ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാമോ ഹല്ലേലൂയ. നമ്മുടെ ദൈവം നല്ലവനാണ്. പാടി ആരാധിക്കാം. ഗായക സംഘത്തോട് ചേർന്ന് വചനത്തിന്റെ വചനാധിഷ്ഠിതമായി ആരാധിക്കാം. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ. കരങ്ങൾ ഉയർത്തിയടിക്കാമോ? എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. പാടാമോ? യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആരാധിക്കാം. എന്റെ യേശു എനിക്കു നല്ലവൻ, സന്തോഷത്തോടെ അവനെന്നും മതിയായവൻ. ഒന്ന് പാടിക്കേ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ഇരു സൈഡിലും കരം അടിക്കാം. നമ്മളെ സഹായിക്കും എല്ലാ പ്രയാസങ്ങളിലും എല്ലാ ബുദ്ധിമുട്ടുകളിലും. നല്ലവനായ ദൈവം നമ്മെ സഹായിക്കും. ശരീരവും മനസ്സും ആത്മാവും കൊടുത്ത് ദൈവത്തെ ആരാധിക്കാം. ദൈവം നല്ലവനാണ്. ഹൃദയത്തിൽ ആ വാക്കുകൾ ഉരുവിടുക. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി കാൽവരിയിലേക്ക് മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. സത്യമായും എന്റെ വേദന സർവ്വവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവൻ. കരങ്ങൾ ഉയർത്തിയടിച്ച് എന്റെ യേശു എനിക്കു നല്ലവൻ, എല്ലാവരും അവനെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു വാ നല്ലവൻ, തുറന്ന് പാടാമോ? വാ തുറന്ന് പാടാമോ? അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവനാദ്യനും അന്ത്യനുമേ അതെ, ദിവ്യ സ്നേഹത്തിനുറവിടമേ. സ്നേഹത്തിന്റെ ഉറവിടം. അവനാദിനും അന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്ദിനാം നായകൻ. 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്ദിനാം നായകൻ. കരങ്ങൾ ഉയർത്തി. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ഒന്ന് വാ തുറന്ന് പാടാമോ? എന്റെ യേശു എനിക്കു നല്ലവൻ, യേശു നല്ലവൻ. അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. പരിശുദ്ധാത്മാവിൽ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നല്ലവനായ ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. യേശു നല്ലവനാണ്. സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു. നല്ലവനായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമഹത്വം, ദൈവ തേജസ്, ദൈവമേ, ഞങ്ങളുടെ പ്രിയ ദാസർ ആരാധിച്ചതുപോലെ ഞങ്ങളുടെ പ്രിയ മക്കളിതാ ഈ രാത്രി അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങ് എത്രയോ നല്ലവനാണ്, അങ്ങ് എത്രയോ നല്ലവനാണ്.
അങ്ങയുടെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു ആരാധിക്കുന്നു. സ്തുതിക്കാമോ യേശുവേ യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ യേശുവേ എന്ന് വാതുറന്ന് വിളിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമഹത്വം വ്യാപരിക്കുന്നു, ദൈവ തേജസ്സ് വ്യാപരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കാമോ സ്തുതിക്കാമോ സ്തുതിക്കാമോ? പരിശുദ്ധാത്മാവേ സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ പിതാവേ, കാൽവരി മലയിൽ എനിക്ക് വേണ്ടി ബലിയായവനെ, എനിക്ക് വേണ്ടി കിരീടം ധരിച്ചവനെ, എന്റെ യേശുവേ, എന്റെ പാപങ്ങൾക്ക് പരിഹാരമായവനെ, നീ എനിക്ക് മതിയായവനാണ്. നീ നല്ലവനായ ദൈവമാണ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വീണ്ടും കരങ്ങളടിച്ച് നല്ലവനായ ദൈവത്തിന്റെ നന്മകളെ നമുക്ക് നോക്കാം. കഴിഞ്ഞ നാളുകളിൽ എൻ്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിൽ കർത്താവ് നല്ലവനായ ദൈവം നൽകിയ നന്മകളെ നോർക്കാമോ? ഓർത്തു പാടാം. എത്രയോ പ്രാവശ്യം മരണത്തിന്റെ കണിയിൽ നിന്നും ദൈവം നമ്മെ രക്ഷിച്ചു. നമ്മുടെ മക്കളുടെ ജീവിതങ്ങളിൽ ഈശോ ഇടപെട്ട അനുഭവങ്ങളും ഓർത്ത് നന്ദി പറയാമോ? ആരോഗ്യത്തിന്റെ മേഖലകളിൽ ദൈവം ഇടപെട്ട വഴികളെ ഓർത്ത് എന്നിട്ട് പറഞ്ഞ്, യേശുവേ നീ എനിക്ക് നല്ലവനാണ്. എൻ്റെ വീട്ടില് അസാധ്യമായ കാര്യങ്ങളുണ്ടായിരുന്നു. എങ്ങനെ ഞാനിതെങ്ങനെ കരകയറുമെന്ന് ചിന്തിച്ചു. എന്നാൽ ദൈവമേ, രക്ഷയുടെ കയർ എനിക്കായി നീട്ടിത്തന്നു. എൻ്റെ ദൈവം നല്ലവനാണെന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം നല്ലവനാണെന്ന് ഉറക്കെ പറഞ്ഞേ. എൻ്റെ ദൈവം നല്ലവനാണ്. ഒന്ന് ഉറക്കെ പറഞ്ഞേ, എൻ്റെ ദൈവം നല്ലവനാണ്. എൻ്റെ ദൈവം നല്ലവനാണ്. എൻ്റെ ദൈവം നല്ലവനാണ്. ഒന്ന് ഉറപ്പോടെ പറഞ്ഞേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം നല്ലവനാ, അതെ പാടാം. എന്റെ ദൈവം നല്ലവനാ, എന്റെ ദൈവം നല്ലവനാ, എന്റെ ദൈവം നല്ലവനാ. ഓർത്ത് പാടിക്കേ. എന്റെ ദൈവം നല്ലവനാ, എന്റെ ദൈവം നല്ലവനാ. ദുഃഖങ്ങളെ മറക്കുക. എന്റെ ദൈവം നന്മകളെ ഓർക്കുക. നല്ലവനാ, എന്റെ ദൈവം നല്ലവനാ, ദൈവം നല്ലവൻ. എന്റെ ദൈവം God is good. നല്ലവനാ, God is good. എന്റെ ദൈവം ദൈവം നല്ലവൻ. നല്ലവനാ, ദൈവം നല്ലവൻ. ഒരുവൻ മാത്രം. എന്റെ ദൈവം നല്ലവനാ, എന്റെ ദൈവം നല്ലവനാ, എന്റെ ദൈവം നല്ലവനാ, എന്റെ ദൈവം നല്ലവനാ. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങളാലു നിമിഷം, ഓരോ നിമിഷവും പ്രതികൂലങ്ങളുണ്ടാവും. എന്നാലും പകൽ മേഘസ്തംഭം രാത്രി അഗ്നിത്തുണാൻ എന്നെ അനുദിനം വഴി നടത്തും. ഓർത്ത് പാടാമോ? കരങ്ങളുയർത്തി എന്റെ യേശു എനിക്കു നല്ലവൻ, ആ ബോധ്യത്തോടെ പാടാമോ? അവനിൽ നിന്നും മതിയായവൻ. വാ തുറന്നൊന്ന് പാടിയേ. എന്റെ യേശു എനിക്കു നല്ലവൻ, ഒന്ന് സ്വരം ഉയർത്തി പാടിയേ. അവനിൽ നിന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, ആമേൻ. കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. സത്യമായും എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. ഓ അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ
ആരാധിക്കാം, എന്റെ യേശു എനിക്കു നല്ലവൻ, ആരാധിക്കാം. അവൻ എന്നെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കണ്ണുകളടച്ച് ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ഹല്ലേലൂയ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ഹല്ലേലൂയ പാടാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ കരങ്ങൾ വീശി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ രണ്ട് കരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. യേശുവേ എന്ന് വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമഹത്വം, ദൈവ തേജസ്സ്. യേശുവിനെ വിളിക്ക്, യേശുവിനെ വിളിക്കാമോ? എല്ലാ ഹൃദയങ്ങളും ഉയരട്ടെ, എല്ലാ കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ, എല്ലാ കരങ്ങളും മുഴുവനായി ഉയർത്താമോ? യേശുവേ എന്ന് വിളിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. എൻ്റെ ദൈവമേ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ദൈവമഹത്വം വ്യാപരിക്കുന്നു, ദൈവ തേജസ്സ് വ്യാപരിക്കട്ടെ. അന്ധകാര സാന്നിധ്യങ്ങൾ വിട്ടുമാറട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ, ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഓ നല്ലവരായ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ, ദൈവ തേജസ്സ് ഇറങ്ങട്ടെ, ദൈവമഹത്വം ആലയം മുഴുവൻ വ്യാപരിക്കട്ടെ, ആലയം മുഴുവൻ വ്യാപരിക്കട്ടെ. ഹൃദയങ്ങൾ നിറയട്ടെ, മനസ്സുകൾ നിറയട്ടെ, ശരീരങ്ങളിൽ ദൈവത്താൽ നിറയട്ടെ. എല്ലാവരും ദൈവത്തെ വിളിക്കാമോ? എല്ലാവരും യേശുവേ 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 എന്ന് വിളിക്കാമോ? ഉറക്കെ വിളിക്കാമോ? ഒരു 2-3 പേർക്ക് കേൾക്കാവുന്ന ഉച്ചത്തില് വാ തുറന്നു വിളിക്കാമോ? യേശുവേ യേശുവേ. ഭാഷാപരത്തിൽ സ്തുതിക്കാം, ഭാഷാപരത്തിൽ ആരാധിക്കാം. സ്തുതിച്ചോ, ഒന്നും നോക്കണ്ട, ആരെയും ശ്രദ്ധിക്കണ്ട, സ്തുതിക്കാമോ? അതരം തുറന്ന് ഹൃദയം തുറന്ന് യേശുവിനെ വിളിക്കുന്നു, ദൈവ സാന്നിധ്യം ആഗ്രഹിച്ച് സ്തുതിക്കുന്നു. നിറയട്ടെ, നിറയട്ടെ, ഹൃദയങ്ങൾ നിറയട്ടെ, എല്ലാ കുടുംബങ്ങളും നിറയട്ടെ, അനുഭവങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഓ ദൈവമേ, ഈശോയെ എന്ന് വിളിച്ച് ദൈവമക്കളെ ഹൃദയം തുറന്ന് ആരാധിക്ക്. നമ്മൾ അധ്വാനിക്ക്, നമ്മൾ ആഗ്രഹിക്ക്, കൊതിയോടെ വിളിക്ക്, എല്ലാവരും ദാഹത്തോടെ വിളിക്ക്, ദാഹത്തോടെ വിളിക്ക്. യേശുവേ എന്ന് ഉറക്കെ വിളിച്ച്, ഉറക്കെ വിളിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവേ ആരാധിക്കുന്നു. ഈശോയേ, 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 ഈശോയേ. എനിക്കു നല്ലവൻ, രണ്ട് കരങ്ങളും മാറോടൊന്ന് ചേർത്ത് പിടിക്കാം. അവനെന്നും മതിയായവൻ. ഉള്ളുകൊണ്ട് യേശു എനിക്കു നല്ലവൻ, എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും മതിയായവൻ. അവനെന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ അപ്പാ, വൻ പ്രയാസങ്ങളിൽ സ്വർഗീയ പിതാവേ, മനമേ അങ്ങയുടെ മക്കളെ ഈ രാത്രി മതിയായവൻ. നിന്നെ വിളിക്കുന്നപ്പാ, കരങ്ങൾ നീട്ടണപ്പാ. രോഗത്തിൽ നിന്റെ കാരുണ്യം പ്രയാസങ്ങളിൽ എന്നേക്കും മനമേ അവൻ മതിയായവൻ. എന്നേക്കും നിലനിൽക്കുന്ന അങ്ങയുടെ കാരുണ്യം ഇവിടെ വെളിപ്പെടുത്തണമേ. രോഗത്തിൽ പരിശുദ്ധാത്മാവേ,
അങ്ങയുടെ ജനത്തോട് കരുണ തോന്നണം. പ്രയാസങ്ങളിൽ പ്രയാസപ്പെട്ടിരിക്കുന്ന, മനമേ മനം തകർന്നിരിക്കുന്ന മതിയായ ഓരോ ജീവിതങ്ങളുടെ മേലും പരിശുദ്ധാത്മാവ് നിറയുന്നു. എല്ലാവരും സ്തുതിക്കാമോ? എല്ലാവരും ഭാഷാപരത്തിൽ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഭാഷയിൽ മടികൂടാതെ സ്തുതിക്കുന്നു. അല്ലാത്തവരെ യേശുവേ യേശുവേ എന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നുണ്ട്. ഹൃദയം തുറന്നു സ്തുതിക്കുന്നു. സ്തുതിച്ചു. ഒന്നും നോക്കണ്ട, സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് വിളിച്ചേ, എന്റെ ദൈവമേ എന്നൊന്ന് ഹൃദയം നുറങ്ങി എന്ന് വിളിക്ക. ദൈവ പൈതലേ, എന്റെ ദൈവമേ, എന്റെ യേശുവേ എന്നൊന്ന് ചങ്കുപണ്ടി വിളിച്ചേ. അപ്പാ അപ്പാ അങ്ങ് നല്ലവനാണല്ലോ. നല്ലവനായ ദൈവമേ, കർത്താവിനോട് പറയാം, ദൈവമേ അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളിലും എല്ലാ തകർച്ചകളിലും നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ തകരുകയില്ല. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ സത്യമായും നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളിലേക്കും കർത്താവ് തൻ്റെ സാന്നിധ്യം അയക്കുകയാണ്. അല്പം കൂടെ അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിൻ്റെ കരുണയിൽ ആഗ്രഹിക്കുക, കരുണയിൽ ആശ്രയിക്കുക. ഈശോയോട് പറയാൻ, കർത്താവേ നീ മാത്രം മതി എനിക്ക്. ഒന്ന് ചക്കാരങ്ങൾ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ചിട്ട് കണ്ണുകളടച്ച്, കാൽവരി മലമേൽ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പീഡ സഹിച്ച് മരിച്ചവൻ, അവനാണ് നമ്മുടെ രക്ഷകൻ. അവന് പരിഹരിക്കാൻ പറ്റാത്തതായ ഒരു പ്രശ്നവുമില്ല. കരങ്ങൾ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ച്, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ള ഏത് പ്രശ്നങ്ങളെക്കാളും വലിയവനാണ്. അതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ നന്ദിയോടെ ഓർക്കുക. നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ഈ ആരാധനയിൽ കർത്താവ് മനസ്സ് തുറക്കുന്നുണ്ട്. പല ഹൃദയങ്ങളെ കർത്താവ് തൊടുന്നുണ്ട്. നമുക്ക് ജീവിതം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ആരാധിക്കാം. യേശുവേ നീ മതി എനിക്ക്. ഈ വരികളോടൊന്ന് ചേരാം. നീ മതി എന്നേശുവേ. ഈ മരുഭൂയാത്രയിൽ എല്ലാവരും കൂടെ നടന്നിടുവാൻ അവരികളോടൊന്ന് ചേരാമോ? കണ്ണീർ തുടച്ചിടുവാൻ സത്യമായും കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം കൂടെ നടന്നിടുവാൻ ഒന്ന് കണ്ണുകൾ അടച്ചേ. കണ്ണീർ തുടച്ചിടുവാൻ ആ ക്രൂശിതനെ ഒന്ന് കണ്ടുകൊണ്ട് ചേർന്ന് പാടിക്കേ. അപ്പാ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഈശോ അപ്പാ നീ എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം. ജെറോസിന്റെ വീട്ടിലേക്ക് ആസന്ന മരണനായ ആ മകന്റെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെട്ടതുപോലെ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നീ ഒന്ന് അരുളി ചെയ്താൽ മതി. ഈശോ അപ്പാ നീ എന്നെ വിട്ടുപോകരുത്. നീ മാത്രമാണ് എൻ്റെ ബലം. നീ അല്ലാതെ മറ്റൊരാശ്രയം എനിക്കില്ല. യേശുവേ, വലിയ ശരണത്തോടെ ഹൃദയം മുഴുവനും ഈ വരികളോട് ചേർത്ത് വെച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. നീയല്ലാതാരുമില്ലേ നീറുന്ന ശോധനയിൽ ഈശോ നീയല്ലാതാരുമില്ലേ നീറുന്ന ശോധനയിൽ കർത്താവേ
അപ്പാ താങ്ങിടുവാൻ പ്രിയനേ ആ കർത്താവിന്റെ കരങ്ങളിലെ തളരാതെ രണ്ട് കരങ്ങളും ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിക്കാമോ? നീ മതി ഒന്ന് പാടാമോ? ഈ മരുഭൂയാത്രയിൽ ഹൃദയം കൊടുത്ത് കൂടെ നടന്നിടുവാൻ എല്ലാ ഹൃദയങ്ങളും ഈശോയെ സ്നേഹിച്ച് ആരാധിക്കുന്നു. എല്ലാ മനസ്സുകളും കൂടെ നടന്നിടുവാൻ നീ അരൂപിയിൽ ആത്മാവിൽ പാടി ആരാധിക്കാം, സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ എല്ലാവരും ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിച്ചു. യേശുവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ മഹത്വം, ദൈവമഹത്വം ഈ ആലയത്തിൽ വ്യാപരിക്കുന്നു. കരങ്ങൾ രണ്ടു മൂന്ന് ഉയർത്താമോ? ഹൃദയം തുറന്നു ദൈവത്തെ വിളിക്കാമോ? പ്രിയരെ, യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ, യേശുവേ, ഈശോയേ, ആരാധന, 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 ആരാധന. ദൈവമഹത്വം വ്യാപരിക്കുന്നു, ദൈവ തേജസ് വ്യാപരിക്കുന്നു, കർത്താവിന്റെ മഹത്വം ഇതാ ഇറങ്ങുന്നു, ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. സ്വീകരിക്കാമോ? പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് ആത്മാവിനോട് ഹൃദയം തുറന്നേ, മനസ്സ് തുറന്നേ, കരങ്ങൾ ഉയർത്തി ആരാധിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, 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 എല്ലാ ഹൃദയം ഉയരട്ടെ. യേശുവേ എന്ന് വിളിച്ചേ, യേശുവേ എന്ന് ശംഖുമുട്ടി യേശുവേ എന്ന് വിളിച്ചേ. ഭാഷാവർത്തി സ്തുതിക്കുന്നു. ദൈവമഹത്വം ഈ ആലയത്തിൽ വ്യാപരിക്കുന്നു, ദൈവശക്തി വെളിപ്പെടുന്നു. ഈശോ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. പരിപൂർണ നിശബ്ദതയിൽ കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ഹൃദയത്തിൽ അനുഭവിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവൻ്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിൻ്റെ തളർച്ചകൾ എടുത്തു നീട്ടും. അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി നമ്മുടെ മനസ്സിലെ ഭീതികളെല്ലാം എടുത്തു നീക്കും. അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി രോഗങ്ങൾ എടുത്തു നീക്കും. അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി നമ്മുടെ ചിന്താ മണ്ഡലത്തെ വിശദീകരിക്കും. അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി പുതിയ സ്വപ്നങ്ങളും പുതിയ ദർശനങ്ങളും നമുക്ക് നൽകും. ഹൃദയത്തിൽ അവൻ നിറഞ്ഞു നിൽക്കട്ടെ. ചിന്തകളിലേക്ക് അവൻ കടന്നു വരട്ടെ. മനസ്സുകളിലേക്ക് അവൻ കടന്നു കയറട്ടെ. കാട് കയറുന്ന ചിന്തകളെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തിയാൽ നീക്കം ചെയ്യപ്പെടട്ടെ. ചിന്താമണ്ഡലം വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹൃദയം പവിത്രമായി തീരട്ടെ. ശരീരത്തിൻ്റെ തളർച്ചകൾ എടുത്തു നീക്കപ്പെടട്ടെ. രോഗബാധിതമായ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി കടന്നു ചെല്ലട്ടെ. സന്ധി ബന്ധങ്ങൾ ദൈവാരൂപിയാൽ ബലം പ്രാപിക്കട്ടെ. സന്ധി ബന്ധങ്ങൾ ബലം പ്രാപിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. രോഗബാധിതമായ ശരീരഭാഗങ്ങളിലേക്ക് ഈശോയുടെ ആത്മാവ് കടന്നു വരട്ടെ. ഈശോയുടെ സ്പർശനം ഇപ്പോൾ അനുഭവിക്കാം. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നിന്റെ ശരീരത്തിന്റെ എല്ലാ വേദനകളും ഈ നിമിഷങ്ങളിൽ കർത്താവ് എടുത്തു നീക്കുന്നു. ശരീരത്തിന് പുതുബലം നൽകുന്നു. മനസ്സിന് പുതുബലം നൽകുന്നു.
അവൻ സത്യമായി നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നു. അവന്റെ ശക്തിയുള്ള കരങ്ങൾ നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കൃപയുടെ സമൃദ്ധി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ നാമത്തിന്റെ ശക്തിയാൽ ശരീരത്തിന്റെ വേദനകൾ വിട്ടുപോകട്ടെ. യേശുവേ, നിന്റെ നാമത്തിന്റെ ശക്തിയാൽ ബന്ധനങ്ങൾ അകന്നു പോകട്ടെ. പൈശാചികമായ പീഡകൾ വിട്ടുപോകട്ടെ. നിന്റെ നാമത്തിന്റെ ശക്തിയാൽ മുറിവുകൾ ഉണങ്ങട്ടെ. നിന്റെ നാമത്തിന്റെ ശക്തിയാൽ സ്കിൻ ഡിസീസുകൾ വിട്ടുപോകട്ടെ. നിന്റെ നാമത്തിന്റെ ശക്തിയാൽ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. നിന്റെ നാമത്തിന്റെ ശക്തിയാൽ തലച്ചോറിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. നിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഹൃദ്രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപിക്കട്ടെ. രോഗബാധിതമായ അവയവങ്ങൾ പുനർജനിക്കപ്പെടട്ടെ. സൗഖ്യമുള്ളതായി തീരട്ടെ. കൃപയൊഴുകട്ടെ. യേശുവിന്റെ ശക്തി ഒഴുകട്ടെ. യേശുവിന്റെ ശക്തി ഒഴുകട്ടെ. വേദനകൾ വിട്ടു പോകട്ടെ. വേദനകൾ വിട്ടു പോകട്ടെ. തലകറക്കം വിട്ടു പോകട്ടെ. നട്ടെല്ലിന്റെ വേദനകൾ വിട്ടു പോകട്ടെ. പിശാചിന്റെ പ്രവൃത്തികൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ സാത്താന്റെ പ്രവൃത്തികൾ അഴിഞ്ഞു പോകട്ടെ. ദൈവമക്കൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ദൈവശക്തി ഒഴുകട്ടെ. പുതുബലം നിറയട്ടെ യേശുവിൻ നാമത്തിൽ. സൗഖ്യം നിറയട്ടെ യേശുവിൻ നാമത്തിൽ. പുതുബലം നിറയട്ടെ യേശുവിൻ നാമത്തിൽ. സൗഖ്യം നിറയട്ടെ യേശുവിൻ നാമത്തിൽ. ബന്ധനങ്ങൾ അഴിയട്ടെ യേശുവിൻ നാമത്തിൽ. വിടുതൽ നിറയട്ടെ ഓ ബന്ധനങ്ങൾ അഴിയട്ടെ സൗഖ്യം നിറയട്ടെ ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ നിന്റെ നാമത്തിന്റെ ശക്തി വ്യാപിക്കട്ടെ. കർത്താവേ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ നാമങ്ങൾക്കുപരിയായ നിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയാൽ നിന്റെ മക്കളിൽ നിന്ന് ഭയം വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണഭയം വിട്ടുപോകട്ടെ. രോഗഭയം വിട്ടുപോകട്ടെ. അപമാന ഭീതി വിട്ടുപോകട്ടെ. പരീക്ഷാ ഭയം വിട്ടുപോകട്ടെ. ഓ കർത്താവേ, ഇപ്പോൾ തന്നെ ഹൃദയങ്ങൾ സ്വതന്ത്രമായി തീരട്ടെ. ഭയത്തിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള ശ്വാസം മുട്ടുകൾ വിട്ടുപോകട്ടെ. രാത്രിയിൽ ഞെട്ടി ഉണരുന്ന അസുഖമുള്ളവർക്ക് യേശുനാമത്തിൽ സ്വാതന്ത്ര്യം കിട്ടട്ടെ. ശരീരത്തിന് തളർച്ച അനുഭവപ്പെടുന്നവർക്ക് യേശുനാമത്തിൽ പുതുജീവൻ ഉണ്ടാകട്ടെ. ഓ എല്ലാ രോഗങ്ങളിലേക്കും രോഗാവസ്ഥകളിലേക്കും യേശുനാമത്തിന്റെ ശക്തി കടന്നു ചെല്ലട്ടെ. യേശുവിന്റെ അത്ഭുതകരമായ ശക്തി എല്ലാ രോഗങ്ങളെയും എടുത്തു നിൽക്കട്ടെ. ഈ ഹാളിലുള്ള എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിന്റെ ശക്തി വ്യാപിക്കട്ടെ. രോഗബാധിതമായ അവരുടെ ശരീര അവയവങ്ങളിലേക്ക് നിന്റെ സൗഖ്യദായകമായ ശക്തി കടന്നു ചെല്ലട്ടെ.
യേശുവിന്റെ നാമത്തില് എല്ലായിടത്തും വിടുതൽ സംഭവിക്കട്ടെ. പിശാച് അടക്കി വെച്ചിരിക്കുന്ന ജീവിതങ്ങൾ സ്വാതന്ത്ര്യം നേടട്ടെ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയാൽ സാത്താന്റെ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നിന്ന് വിട്ടുപോകട്ടെ, മനസ്സിൽ നിന്ന് വിട്ടുപോകട്ടെ, കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ, ബന്ധങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ, കുടുംബ കലഹങ്ങൾ വിട്ടുപോകട്ടെ, വെറുപ്പ് വിട്ടുപോകട്ടെ, ഹൃദയങ്ങൾ സ്വതന്ത്രമാകട്ടെ, സങ്കട ഭാരങ്ങൾ അകലട്ടെ. എല്ലാവരും യേശുനാമത്തിൽ സ്വാതന്ത്ര്യം നേടട്ടെ. ഹല്ലേലൂയ. സൗഖ്യം നിറയട്ടെ യേശുവിൻ നാമത്തിൽ. ഭയമെല്ലാം മാറട്ടെ യേശുവിൻ നാമത്തിൽ. നിരാശ നീങ്ങട്ടെ യേശുവിൻ നാമത്തിൽ. തടസ്സങ്ങൾ മാറട്ടെ യേശുവിൻ നാമത്തിൽ. സൗഖ്യം നിറയട്ടെ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ 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 അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ, അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. വാദരോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, തലവേദന വിട്ടു പോകട്ടെ. നമ്മൾ ഈ നിമിഷങ്ങളിൽ ഒരുമിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ബന്ധനങ്ങളിലും വിടുതൽ കിട്ടാൻ വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നിങ്ങളെല്ലാവരും വിശ്വാസത്തോടെ ഏറ്റു പറയുക. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിൻ്റെ നാഥനും കർത്താവുമായി അങ്ങേ ഞാൻ ഏറ്റുപറയുന്നു. അവിടുന്ന് കാൽവരിക്കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി പിടഞ്ഞു മരിച്ചതിനെ പ്രതി സാത്താൻ്റെ എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. അനേക നാളുകളായി ഞങ്ങളുടെ കുടുംബത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലേക്ക് നിന്റെ രക്ഷ ഈ രാത്രിയിൽ കടന്നു വരട്ടെ. സാമ്പത്തികമായ പ്രതിസന്ധികളിലൂടെ, കുടുംബ കലഹങ്ങളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ, നിരന്തരമായ രോഗങ്ങളിലൂടെ എന്റെ കുടുംബത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സകല തകർച്ചകളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. സാത്താന്റെ പ്രവർത്തനങ്ങൾ എന്റെ മക്കളിൽ നിന്ന് വിട്ടുപോകട്ടെ. തഴക്ക ദോഷങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന എന്റെ കുടുംബാംഗങ്ങൾ യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. തിന്മയുടെ ശക്തികൾ യേശുവിന്റെ കുരിശുമരണത്തിന്റെ ശക്തിയാൽ എന്റെ ജീവിതത്തിൽ നിന്നും എന്റെ കുടുംബത്തിൽ നിന്നും വിട്ടുപോകട്ടെ. ഐശ്വര്യവും അനുഗ്രഹവും സമൃദ്ധിയും യേശുനാമത്തിൽ ഞാൻ അവകാശപ്പെടുത്തുന്നു. എന്റെ കുടുംബം, എന്റെ മക്കൾ അനുഗ്രഹീതരാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവാലഹാരി ഹരി 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 നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒന്ന് പരസ്പരം പുഞ്ചിരിച്ചുകൊണ്ട് സ്തുതിച്ചിട്ട് നമുക്കിരിക്കാം. എല്ലാവരും ഒന്ന് പരസ്പരം